ഒരുപാട് ആപ്ലിക്കേഷൻസ് സെൻഡ് ചെയ്യുന്നുണ്ട്, പക്ഷേ ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെടുന്നില്ല. അപ്പോൾ NHS ജോബ്സിൽ നമ്മൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെടാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണെന്ന് പറയാൻ പോകുന്നത്. ഫസ്റ്റ് കാര്യം പറയാനുള്ളത്, നമ്മൾ ഒരു ജോബ് ആപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ അതിൻ്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ കൃത്യമായിട്ട് വായിക്കണം. അത് ഡിസൈറബിൾ ക്രൈറ്റീരിയസും ഉണ്ടാവും, അതിന് കമ്പൽസറി ആയിട്ടുള്ള ക്രൈറ്റീരിയാസും ഉണ്ടാവും. അപ്പോൾ നമ്മൾ നമ്മുടെ ക്വാളിഫിക്കേഷൻസ് അത് വെച്ചിട്ട് മാച്ച് ചെയ്ത് നോക്കുക, ഇതിൽ എന്തൊക്കെ നമുക്ക് വരുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ അതിൽ കൂടുതലും പറയുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവർക്ക് എപ്പോഴും പ്രിഫർ ചെയ്യുന്നത് നമ്മൾ അപ്ലൈ ചെയ്യുന്ന സ്പെഷ്യാലിറ്റിയിൽ അതിൽ നമുക്ക് എക്സ്പീരിയൻസ് ഉണ്ടോ എന്നുള്ളതാണ്. അപ്പോൾ കൂടുതലും നമ്മൾ ഓൾറെഡി നാട്ടിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളാണെങ്കിൽ അവർ വർക്ക് ചെയ്യുന്ന സ്പെഷ്യാലിറ്റിയിൽ ഫോക്കസ് ചെയ്ത് ആപ്ലിക്കേഷൻ കൊടുക്കാൻ ശ്രമിക്കുക. പിന്നെ എപ്പോഴും നമ്മളൊരു പടി മുന്നോട്ട് ചിന്തിച്ചിട്ട് വേണം കാര്യങ്ങളൊക്കെ ചെയ്യാൻ. അപ്പോൾ ആ സ്പെഷ്യാലിറ്റിയിൽ നമ്മുടെ റോയൽ കോളേജിൻ്റെ എക്സാംസ് ഏതെങ്കിലും ഉണ്ടെങ്കിൽ അതിൽ പാർട്ട് 1 ക്ലിയർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക പറ്റുവാണെങ്കിൽ. മറ്റൊരു കാര്യം പറയാനുള്ളത്, നമ്മുടെ ALS ആണ്. മോസ്റ്റ് ഓഫ് ദി സ്പെഷ്യാലിറ്റീസും അവർ ചോദിക്കുന്നത് ALS ചെയ്തിട്ടുണ്ടോ, അത് വാലിഡ് ആണോ എന്നുള്ളതാണ്. ഒത്തിരി കോഴ്സുകൾ ഒരുപാട് ചെയ്തെന്ന് വെച്ചിട്ട് നമുക്ക് കാര്യമൊന്നുമില്ല. പക്ഷേ ANEയിലാണ് വർക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നത് ALS, ATLS, പീഡിയാട്രിക് കോഴ്സസ് ലൈക്ക് EPALSO, EPLSO, പിന്നെ ഒരു നമ്മുടെ അൾട്രാസൗണ്ടിൻ്റെ ലെവൽ 1 കോഴ്സ് എടുക്കുന്നത് ബെറ്റർ ആയിരിക്കും. പിന്നെ പ്ലാബ് കഴിഞ്ഞിട്ട് UK ഉള്ളവരാണെന്നുണ്ടെങ്കിൽ മാക്സിമം ഒരു ക്ലിനിക്കൽ അറ്റാച്ച്മെൻറ്റെങ്കിലും ചെയ്യാൻ നോക്കുക. പിന്നെ പറ്റുവാണെങ്കിൽ ഒരു ക്ലിനിക്കൽ ഓഡിറ്റിൽ ഇൻവോൾവ് ആവുക. അത് ചില ട്രസ്റ്റുകളെ സമ്മതിക്കാറുള്ളൂ, പക്ഷേ ശ്രമിക്കുക. മറ്റൊരു കാര്യം പറയാനുള്ളത്, അപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ അപ്ലിക്കേഷൻ്റെ സപ്പോർട്ടിംഗ് സ്റ്റേറ്റ്മെൻറ്റ് നന്നായിട്ട് എഴുതാൻ, അതിൽ വളരെ പ്രിസൈസ് ആയിട്ട് നമ്മളെ എന്തുകൊണ്ട് അവരെ എടുക്കണം എന്ന് അവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ നമ്മൾ എഴുതണം. കുറേ പേരിൽ കണ്ടുവരുന്ന ഒരു മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ എക്സാംസ് എല്ലാം ക്ലിയർ ചെയ്ത് GMC രജിസ്ട്രേഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ജോബ് ആപ്ലിക്കേഷൻ ഇട്ടിട്ട് വെയിറ്റ് ചെയ്യും. ആ സമയത്ത് നമ്മൾ വർക്ക് ചെയ്യത്തില്ല. പക്ഷേ ഒരു കരിയർ ഗ്യാപ്പ് വന്നു കഴിഞ്ഞാൽ NHSൽ ജോബ് സെക്യൂർ ചെയ്യാൻ പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് നമ്മൾ എക്സാംസ് ക്ലിയർ ചെയ്തവരായാലും നാട്ടിൽ പോയിട്ട് നമ്മൾ വേറൊരു ജോബിന് ജോയിൻ ചെയ്യുക. ആ സമയത്ത് നമ്മുടെ പോർട്ട്ഫോളിയോ നന്നായിട്ട് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഒരു പോർട്ട്ഫോളിയോ കീപ്പ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിലും അതിലേക്ക് വേണ്ട കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോൾ ഒരു കോൺഫറൻസ് അറ്റൻഡ് ചെയ്യുന്നു, പിന്നെ കോൺഫറൻസിൽ നമുക്ക് ഒരു പ്രസൻറ്റേഷൻ ചെയ്യാൻ പറ്റുന്നു. ഇതൊക്കെ നമ്മൾ UKയിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് അവർ കൺസിഡർ ചെയ്യുന്ന കാര്യങ്ങളാണ്. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, നമ്മൾ 1-2 ആപ്ലിക്കേഷൻസ് കൊടുത്തെന്ന് വെച്ചിട്ട് അത് ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെടണമെന്നില്ല. ഡെയിലി നമ്മൾ ട്രാൻസ് ജോബ്സും NHS ജോബ്സും മറ്റു വെബ്സൈറ്റ്സിലും നമ്മൾ നോക്കുക. പിന്നെ കുറേ ജോബ്സൊക്കെ വരുന്നത് പെട്ടെന്ന് അതിൻ്റെ ട്രസ്റ്റിൻ്റെ അവരുടെ വെബ്സൈറ്റിലായിരിക്കും കൂടുതൽ ജോബ്സ് ഇടുന്നത്. അപ്പോൾ ആ ട്രസ്റ്റുകൾ നമ്മൾ പേരുകൾ കണ്ടുപിടിച്ച് അവരുടെ ട്രസ്റ്റിൻ്റെ വെബ്സൈറ്റിലെ ജോബ് വേക്കൻസീസ് നോക്കിയാലും കുറച്ച് ജോബ് വേക്കൻസീസ് വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.